ഗാസയിലെ വെടിനിർത്തലിനായി യുഎസിന്റെ നേതൃത്വത്തിലുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇസ്രയേലും ലബനനിലെ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം രൂക്ഷമാകുന്നു. ബെക്ക താഴ്വരയിലുള്ള ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകൾ ഇസ്രയേൽ ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രയേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിലേക്കടക്കം ഹിസ്ബുള്ള തുടർച്ചയായ റോക്കറ്റ് ആക്രമണം നടത്തി. ഇസ്രയേൽ സൈന്യത്തിന്റെ ശ്രദ്ധ നിലവിൽ ലബനൻ അതിർത്തിയിലാണെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും പറഞ്ഞു. ഗാസ വെടിനിർത്തലിന് ദിവസങ്ങളായി തുടരുന്ന ചർച്ചകളിൽ തീരുമാനമാകാതെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മടങ്ങുകയും ചെയ്തു. വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരുമെന്ന് അദ്ദേഹം ദോഹയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കരാറിലെ വ്യവസ്ഥകളോട് ഇസ്രയേൽ സമ്മതിച്ചതായും ഇനി ഹമാസിന്റെ തീരുമാനമാണ് ഉണ്ടാവേണ്ടതെന്നും ബ്ലിങ്കൻ പറഞ്ഞു. എന്നാൽ പുതിയതായി യുഎസ് കൊണ്ടുവന്ന കരാർ മുൻപ് സമ്മതിച്ചവയിൽ നിന്ന് വ്യത്യസ്തമാണെന്നും ഹമാസ് ആരോപിച്ചു. ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40,223 അതിനിടെ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെയും അവിടേക്കുള്ള മാനുഷിക സഹായത്തിനുള്ള എല്ലാ വഴികളും തുറക്കുന്നതുവരെയും ഇസ്രയേലുമായി ഒരു ചർച്ചയും വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് സ്കോട്ട്ലൻഡ് വിദേശകാര്യ സെക്രട്ടറി ആംകസ് റോബ്സൺ. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുടെ ഭാഗമാകുക, അവിടേക്ക് അയക്കുന്ന സഹായങ്ങളെ തടയാതിരിക്കുക, വംശഹത്യയുടെയും യുദ്ധക്കുറ്റങ്ങളുടെയും അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നടപടികളോട് പൂർണ്ണമായും സഹകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഇസ്രയേൽ സ്വീകരിക്കുന്നതുവരെയും തങ്ങളുടെ നിലപാട് തുടരുമെന്നും റോബ്സൺ പറഞ്ഞു. യുകെയിലെ ഇസ്രയേലിന്റെ ഡെപ്യൂട്ടി അംബാസഡർ ഡാനിയേല ഗുഡ്സ്ക്രിയുമായി റോബ്സൺ കൂടിക്കാഴ്ച നടത്തിയത് വൻ വിമർശനങ്ങൾ ക്ഷണിച്ചുവരുത്തിയിരുന്നു. ഭരണകക്ഷിയായ SNP തന്നെ റോബ്സന്റെ കൂടിക്കാഴ്ചയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അദ്ദേഹം സ്കോട്ട്ലൻഡ് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇസ്രയേൽ അംബാസഡറുമായുള്ള ആ കൂടിക്കാഴ്ച വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മാത്രം ഒതുങ്ങാത്തതിൽ അദ്ദേഹം മാപ്പ് ചോദിച്ചിരുന്നു. എന്നാൽ ഇസ്രയേലിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പുതിയ അംബാസഡറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതെന്നും ഗാസയിൽ ഉടനടി വെടിനിർത്തലിന്റെ ആവശ്യകതയെക്കുറിച്ച് സർക്കാരിന്റെ വ്യക്തമായ നിലപാട് പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അല്ലാതെ അവരുടെ അതിക്രമങ്ങളെ അംഗീകരിക്കാൻ വേണ്ടിയല്ലെന്നും റോബ്സൺ പറഞ്ഞു. ഗാസയിൽ ഇസ്രയേലിന്റെ ക്രൂരകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ടെന്നും അതിൽ മാറ്റമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടിക്കാഴ്ചയെക്കുറിച്ച് ആർക്കും വ്യക്തമായ വിവരം ഉണ്ടായിരുന്നില്ല. റോബ്സണിനൊപ്പം നിൽക്കുന്ന ചിത്രം ഡാനിയേല എക്സിൽ പങ്കുവച്ചതോടെയാണ് 2 ആഴ്ച മുമ്പ് നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് ചർച്ചയാകുന്നത്. വിമർശനം കനത്തതോടെ കൂടിക്കാഴ്ചയെ ശരിവെച്ച് സ്കോട്ട്ലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്ററും സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയുടെ നേതാവുമായി ജോൺ റാംസേസ്വിനി രംഗത്തെത്തി. ഗാസയിൽ ഉടനടി വെടിനിർത്തലിന്റെ ആവശ്യകതയെക്കുറിച്ച് അറിയിക്കാനാണ് കൂടിക്കാഴ്ചയെ ഉപയോഗപ്പെടുത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാതിരിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുതിയ തടസ്സങ്ങൾ കൊണ്ടുവരികയാണെന്നും ഹമാസ് ആരോപിച്ചു. മെയ് 31 അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിക്കുകയും ജൂൺ 11 ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതി അംഗീകരിക്കുകയും ചെയ്ത വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഇസ്രയേലിനെ ലോകസമൂഹം നിർബന്ധിക്കണമെന്നും ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഡോക്ടർ കാസി നയീം പ്രസ്താവനയിൽ പറഞ്ഞു. 3 ഘട്ടമായുള്ള വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചതാണ്. ഉടനടിയുള്ള വെടിനിർത്തൽ, അതിർത്തി മേഖലയിൽ നിന്ന് ഇസ്രയേലി സൈന്യത്തെ പിൻവലിക്കുക, കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ നിരുപാധികമായി അവരുടെ നാടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുക, മാനുഷിക സഹായങ്ങൾ നിയന്ത്രണമില്ലാതെ പ്രവേശിക്കുക, ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കുക എന്നിവയാണ് 1ാം ഘട്ടത്തിലുള്ളത്. എന്നാൽ കൂടുതൽ കൂട്ടക്കൊലകൾ നടത്തിയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇതിനോട് പ്രതികരിച്ചതെന്നും നയീം കുറ്റപ്പെടുത്തി. ചർച്ചയ്ക്കായി പുതിയ വ്യവസ്ഥകളും നെതന്യാഹു മുന്നോട്ട് വെച്ചിട്ടുണ്ട്. റഫ ക്രോസിംഗ്, ഈജിപ്തിനോട് ചേർന്നുള്ള ഫിലാഡൽഫിയുടെ നാഴി, നെറ്റ്സാരിം റൂട്ട് എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രയേലി സൈന്യം പിൻവാങ്ങിയില്ലെന്ന് ഇതിൽ പറയുന്നു. കുടിയിറക്കപ്പെട്ട ജനങ്ങൾ തെക്കുനിന്ന് വടക്ക് ഗാസയിലേക്ക് പോകുമ്പോൾ പരിശോധനയും നടത്തും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.